സ്നേഹം മായുന്നില്ല, ഓർമ്മകൾ മറയുന്നില്ല, ദീപം അണയുന്നില്ല, കൃപകൾ തോരുന്നില്ല. സ്നേഹം മായുന്നില്ല, ഓർമ്മകൾ മറയുന്നില്ല, ദീപം അണയുന്നില്ല, കൃപകൾ തോരുന്നില്ല. സ്നേഹം ദൈവസ്നേഹം കണ്ണീർ കാലങ്ങളിൽ കരം നൽകി നയിക്കുന്ന സ്നേഹം ദൈവസ്നേഹം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻ മേരി. ഞാൻ കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്താണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബാസ്റ്റിൻ ജെയിംസ് ജേക്കബ്. അദ്ദേഹം ഒരു 7 വർഷം മുമ്പ് മരിച്ചുപോയി. ഇത് ഞങ്ങളുടെ മക്കളാണ്. മൂത്തയാളുടെ പേര് ഡാനിയൽ, രണ്ടാമത്തെ ആൾ ഡോണ, മൂന്നാമത്തെ ആൾ ഗ്ലോറിയ. ഇവർ 3 പേരും ദേവഗിരി CMI പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. മോന് ഈ വർഷത്തെ CBSE ബോർഡ് എക്സാമിന് 500-ൽ 500 മാർക്ക് നേടി 100% വിജയം നേടിയ ഒരു കുഞ്ഞാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ 2 പേരും GC യൂത്ത് കൂട്ടായ്മയിലൂടെ ഈശോയിലേക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരാണ്. ഇപ്പോൾ ഞാൻ ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഉദരത്തിൽ ആയിരിക്കുന്ന അവസ്ഥ മുതൽ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലും ദൈവകൃപയിലും വളർത്താൻ സഹായിക്കുന്ന, എല്ലാ കുടുംബങ്ങളെയും സഹായിക്കുന്ന ഒരു ശുശ്രൂഷ കൂട്ടായ്മയാണ് ഏഞ്ചൽസ് ആർമി മിനിസ്ട്രി. ഞങ്ങളുടെ വിവാഹം 2008-ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ 2 പേരും IT മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മകൻ്റെ ജനനത്തിന് ശേഷം ഞാൻ IT ജോലി രാജിവെച്ചു. അതിനുശേഷം ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ 2 പേരും, ഞാൻ കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്, അദ്ദേഹം ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. ഞങ്ങൾ 2 പേരും അവിടെ വെച്ചാണ് ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്നതും ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് മുതലാണ് ഈശോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതും ഈശോയായിട്ടുള്ള വ്യക്തിപരമായൊരു ബന്ധം വളർത്തിക്കൊണ്ട് വരുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈശോയുമായിട്ടുള്ളൊരു ബന്ധവും ആ ഒരു വിശ്വാസവുമാണ്. അപ്പം അതാണ് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ഭാഗ്യം തന്നെ പറയാം. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നത് പോലെ വിശ്വാസം ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഒരു വിശ്വാസം ദൈവം ഞങ്ങൾക്ക് തന്നു, ഈശോയെ അറിയാനും ഈശോയെ സ്നേഹിക്കാനും ഈശോ വഴി നടത്തുന്ന വഴികളിലൂടെ മുന്നോട്ട് പോകാനും. അപ്പം അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 2013 ഞങ്ങളുടെ 2ാമത്തെ മകൾ ഉണ്ടായ സമയത്താണ് അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകാനൊരു അവസരം കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അമേരിക്കയിൽ ആയിരിക്കുമ്പോൾ ഒരു 3 വർഷത്തെ വർക്ക് വിസയ്ക്കാണ് ഞങ്ങൾ പോയത്. ആ സമയത്തും ഞങ്ങൾ ജീസസ് യൂത്ത് കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. അതില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് മിനിസ്ട്രിയും ജോലിയും കുടുംബകാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ സെപ്റ്റംബർ 2016 ഞങ്ങൾ തിരിച്ചു വരാനിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ജൂലൈ 2016 അദ്ദേഹം ഒരു ദിവസം തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിൽ നിന്ന് വന്നു. അപ്പോൾ ഞങ്ങൾ കാര്യമാക്കിയില്ല. കാരണം അദ്ദേഹം സാധാരണ ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് വരാറ്. അന്ന് അവർ ബീച്ചിലൊന്ന് പോയി വോളിബോൾ കളിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും ആഘാതം ഏറ്റതായിരിക്കും എന്ന് വിചാരിച്ച് ആ തലവേദന ഞങ്ങളത് ബ്രഷ് സൈഡ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടും ആ തലവേദന കുറഞ്ഞില്ല. ആ തലവേദന മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആകെ ഒരു ടെൻഷനായി, എന്തു പറ്റി? അപ്പോൾ ഞങ്ങളുടെ ജീസസ് യൂത്തിലുള്ളൊരു ചേട്ടൻ പറഞ്ഞു, എങ്ങനെ ആൻമേരി, ഇത് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഓരോ ദിവസവും കഴിയുന്തോറും അദ്ദേഹം കൂടുതൽ വീക്കായിട്ട് വന്നു. അതായത് എപ്പോഴും കിടന്നുറങ്ങണം, അങ്ങനെ ഒരു ചിന്ത. അപ്പോൾ തന്നെ നമ്മൾ ആകെ ഡൗണായി. അപ്പം അതിന് തൊട്ട് ഒരു ആഴ്ച മുമ്പായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ ഡൊമിനിക് അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛനിങ്ങനെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന സമയത്ത് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛന് കൃപ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേരിൻ്റെ അർത്ഥം, അന്ന എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ്. അപ്പോൾ ആ ഒരു കൃപയുടെ ഒരു അർത്ഥം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ സ്വന്തമാക്കിയിട്ടുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇതെന്തായിരിക്കും അച്ഛൻ വളരെ വ്യത്യസ്തമായിട്ട് എന്നെ ബ്ലെസ് ചെയ്തത്. അപ്പോൾ അതിനുശേഷമാണ് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇച്ചിരി വേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്കറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആകെ ഒന്ന് ഇരുട്ടിലായതുപോലെ തോന്നും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഭയങ്കര ഭാരം തോന്നുന്നൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അതായത് ജൂലൈ 26 പരിശുദ്ധ അമ്മയുടെ അമ്മയായ അന്നമ്മയുടെ തിരുനാളെന്ന്.
അപ്പോൾ അന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്? അപ്പോൾ ആ പരിശുദ്ധ അമ്മ എനിക്ക് തന്നൊരു സന്ദേശമാണ്, നിൻ്റെ ജീവിതത്തിൽ ഒരു സഹനം വരുന്നുണ്ട്, പക്ഷേ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ പേടിക്കണ്ട എന്നൊരു മെസ്സേജ് എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് തീരെ വയ്യ. ഞാൻ നോക്കുമ്പോൾ അതേ 4 കാലയിൽ ബാത്റൂമിലേക്ക് പോകുന്നതാണ് ഞാൻ കാണുന്നത്. അതോടെ ഞാൻ കംപ്ലീറ്റ്ലി അങ്ങ് തകർന്നു പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2-3 ഫ്രണ്ട്സ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ താമസിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവരെല്ലാവരും ഓടി വന്നു, ആശുപത്രി കൊണ്ടുപോയി. അപ്പം അന്ന് പിറ്റേ ദിവസം, അതായത് ജൂലൈ 28-ാം തീയതി അൽഫോൻസാമയുടെ തിരുനാൾ ദിവസം ആണ് അവർ MRI സ്കാൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് മാരകമായ ബ്രെയിൻ ട്യൂമർ, ഗ്ലിയോബ്ലാസ്റ്റോമ എന്ന് പറയും, അതാണെന്ന് കണ്ടുപിടിച്ചു. പെട്ടെന്ന് തന്നെ എല്ലാവരും, അതായത് ഞങ്ങൾ പ്രാർത്ഥനാ സഹായം വാഗ്ദാനം ചെയ്തു. ഞങ്ങളുടെ ജീസസ് യൂത്ത് കൂട്ടായ്മയും പള്ളിയിലുള്ളവരും ആ സമയത്ത് വേൾഡ് ഡ്യൂട്ടി നടക്കുവാണ്, അവിടെ എല്ലാ ജീസസ് യൂത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കുടുംബവും ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സർജറി വിജയകരമായി അദ്ദേഹം പൂർത്തിയാക്കി. 9 മണിക്കൂറോളം നീണ്ട സർജറി ആയിരുന്നു. അത് പൂർത്തിയാക്കി. അതിനുശേഷം പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡിന് ബോധം വന്നപ്പം ഡോക്ടർ ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമാണ്, ഇനി നിങ്ങൾക്ക് 1 വർഷം കൂടി ആയുസുള്ളൂ. കാരണം നമ്മളിപ്പോൾ ട്യൂമർ എടുത്തു കളഞ്ഞു, പക്ഷേ അത് വീണ്ടും വളർന്നു വരും. അതിന് പൂർണ്ണമായിട്ടൊരു ക്യൂർ ഇതുവരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു നിമിഷങ്ങളിൽ ഞാൻ സത്യം പറയാം എൻ്റെ കൂട്ടുകാരെ, ഞാൻ ശരിക്കും തകർന്നു പോയ നിമിഷങ്ങളായിരുന്നു. കാരണം ഞാൻ ആദ്യം ഓർത്തത് എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന കുടുംബം, എന്നും കരുണക്കൊന്ത ചൊല്ലി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബം, എന്നും ജപമാല ചൊല്ലുന്ന കുടുംബം, മിനിസ്ട്രിയിൽ ആക്റ്റീവായിട്ടുള്ള കുടുംബം, ഞങ്ങളന്ന് സർവീസ് ടീമിൽ വരെ ഉണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്നും പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്ന കുടുംബം. അപ്പോൾ എന്താണ് നമ്മൾ തെറ്റായിട്ട് ചെയ്തത്? ഈശോ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സഹനം ഞങ്ങൾക്ക് തന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ എൻ്റെ ഭർത്താവ് ചിന്തിച്ചില്ല. അതാണ് ഡോക്ടറിൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ദൈവം ഉണ്ടല്ലോ, എല്ലാം നോക്കിക്കോളും എന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിലും ഞാൻ ആ നിമിഷങ്ങളിലൊക്കെ ആശുപത്രിയിൽ ഇരുന്ന് ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഏറ്റവും കരഞ്ഞിട്ടുള്ളത് വൈദികരെ കാണുമ്പോഴായിരുന്നു. കാരണം ഒരു വൈദികരെ കാണുമ്പോൾ എനിക്ക് ഈശോ ഓർമ്മ വരും, ഞാൻ പൊട്ടിക്കരഞ്ഞു പോകും. പക്ഷേ ആ ഒരു നിമിഷങ്ങളിലൊക്കെ എനിക്ക് ശക്തി നൽകിയ ഒരു വചനം, അതെൻ്റെ ജീവിതത്തെ എപ്പോഴും നയിച്ചിട്ടൊരു വചനം തന്നെയാണ്. അത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലും സങ്കടത്തിൻ്റെ നിമിഷങ്ങളിലും എനിക്ക് എപ്പോഴും മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നൊരു വചനമാണ് സങ്കീർത്തനം 131 അധ്യായം 2-ാം വാക്യം. മാതാവിൻ്റെ മടിയിൽ ശാന്തമായി കിടക്കുന്ന കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കിയിരിക്കുന്നു. ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. ആ ഒരു വചനം ഈശോ പറഞ്ഞു, നിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ വചനമാണ്, നീ ഈ വചനത്തിൽ പ്രത്യാശ വയ്ക്കുക. അപ്പോൾ ആ ഒരു നിമിഷം മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു മോഡിലേക്ക് കടക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം അതുവരെ എനിക്ക് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷേ അന്ന് മുതൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ നോക്കണം. എൻ്റെ ഭർത്താവ് ഒന്നിനും വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ അന്ന് മുതൽ പക്ഷേ എൻ്റെ കൂട്ടുകാരെ എനിക്ക് പറയാം, എൻ്റെ തോളിൽ എനിക്ക് ശക്തമായൊരു കരം ഫീൽ ചെയ്യായിരുന്നു. ഭയങ്കര സ്ട്രോങ്, പവർഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ്, അത് ദൈവത്തിൻ്റെ കരമായിരുന്നു. അതാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. പിന്നെ ഒരു 3 വർഷക്കാലം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉഗ്രമായ പരീക്ഷണത്തിൻ്റെ കാലമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു കാര്യം, നമ്മുടെ ഭർത്താവിന് വയ്യാണ്ടാകുമ്പോഴത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അഭിപ്രായമായിട്ട് വരും. അങ്കിളുമാർ, ആൻറ്റിമാർ, കൂടെ ജീസസ് യൂത്തിലുള്ളവർ, ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. ആ ഒരു ടെൻഷൻ അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ദിവസങ്ങളിൽ ഏറ്റവും അനുഭവിച്ചത്. അപ്പോഴാണ് എനിക്ക് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു റെലവൻസ് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായത്. ഞാൻ ശരിക്കും എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കട്ടിലിനരികെ ഞാൻ ഇരുന്നു, ഞാൻ പരിശുദ്ധാത്മാവേ എന്ന് ഉള്ളു തുറന്ന് വിളിച്ച ഒരു ദിവസമായിരുന്നു അത്. കാരണം 1-2 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എവിടെ താമസിക്കും? കാരണം നമുക്കിപ്പോൾ റെൻറ്റൊക്കെ കൊടുക്കാൻ പറ്റാതെ വന്ന അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ചോദ്യം, ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അപ്പം ഇത് രണ്ടിനുള്ള ഉത്തരം അന്ന് തന്നെ ഞാൻ പരിശുദ്ധാത്മാവിന്ന് ഉള്ളു തുറന്ന് വിളിച്ച സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഇതായിരുന്നു, ഞാൻ തീരുമാനിച്ചു, അത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലൊരു ബോധ്യം തന്നു, നാം ഈ ഫ്ലാറ്റിൽ തന്നെ തുടരും, ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ തന്നെ തുടരും. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച അടുത്ത നിമിഷത്തിൽ തന്നെ ഡോക്ടർ മുറിയിലോട്ട് കയറി എന്ന് പറഞ്ഞു, നിങ്ങളുടെ ഇൻഷുറൻസ് കംപ്ലീറ്റ്ലി അപ്രൂവ് ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ചികിത്സ കംപ്ലീറ്റ്ലി ഇൻഷുറൻസ് നോക്കിക്കോളും. അപ്പോൾ പിന്നെ എനിക്ക് ഉപദേശിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാൻ 2 ഉത്തരങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ആരുടെയും വീട്ടിലോട്ട് വരുന്നില്ല, ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകുന്നു, ഞങ്ങളുടെ ചികിത്സയെല്ലാം ഇൻഷുറൻസ് കവർ ചെയ്തോളും. പിന്നെ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സാമ്പത്തികമായി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്.
അപ്പോൾ അത് എൻ്റെ ഹസ്ബൻഡിന് ഈ ഒരു അസുഖത്തിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ ഒരു സിവിയറിറ്റി ഒക്കെ മനസ്സിലായ ശേഷം ഉടനെ തന്നെ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നായിരുന്നു. അപ്പോൾ അവരൊരു ഒരാഴ്ചത്തെ റീഹാബിലിറ്റേഷൻ പറഞ്ഞായിരുന്നേ. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട, ഞാൻ വീട്ടിൽ പോയാൽ ഞാൻ ഓക്കെ ആവും എന്നെൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രണ്ടാമത്തെ ആൾ 6 മാസം ഉള്ളപ്പോഴാണ് ഞങ്ങൾ അമേരിക്കയിലോട്ട് പോകുന്നത്. മൂത്ത മോന് ഡാനിയലിന് ഫാമിലി ആൾക്കാരൊക്കെ ആയിട്ട് കുറച്ച് ബന്ധം, അവൻ കുറച്ച് സോഷ്യലാണ്. രണ്ടാമത്തെ മോൾ അങ്ങനെ ആരോടും മിണ്ടുകയില്ല. പക്ഷെ ദൈവം ഞങ്ങളെ അതിനായിട്ട് ഒരുക്കിയിരുന്നു. അതിൻ്റെ 1 മാസം മുമ്പൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ മോളെ കുറച്ച് നിമിഷത്തേക്കൊക്കെ ആക്കിയിട്ട് പോകുമായിരുന്നു, പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട്. അതുകൊണ്ട് ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അവൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകും, അത് ദൈവം തന്നെ തരുന്നതാണ്. അതിന് ദൈവം തന്നെ വഴിയും കണ്ടെത്തും. എല്ലാ കാര്യങ്ങളും തമ്പുരാൻ ക്രമീകരിച്ച് തരും എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമായിരുന്നു ആ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഏതായാലും ഹസ്ബൻഡ് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് പോയി. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇങ്ങനെ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും, അദ്ദേഹത്തോട് ചോദിച്ചു. എനിക്ക് വേദന ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കാൻ, എങ്കിലും ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം 100% സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഹെഡ്ജ് ഫണ്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. നല്ല തിരക്കുള്ള ജോലിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ മാനേജർ പോലും എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ബാസ്റ്റ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ഞങ്ങൾ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, നമ്മൾ എങ്ങനെ ജീവിക്കും? അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു മാനേജർക്കൊരു മെയിലെങ്ങാനും അയക്കണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ച വെയിറ്റ് ചെയ്യാം. അപ്പോൾ അന്നൊരു ബുധനാഴ്ചയായിരുന്നു. പിറ്റേ ബുധനാഴ്ച അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്കൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു മെയിൽ അയക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഉറപ്പാണ്, അതങ്ങനെ ഞാൻ റിലാക്സ് ചെയ്തു. പിന്നെ കൃത്യം അടുത്ത ബുധനാഴ്ച രാവിലെ 10 മണിയായപ്പം മാനേജറിൻ്റെ മെയിൽ വന്നു, ബാസ്റ്റിൻ അടുത്ത 10 മാസത്തേക്കുള്ള ശമ്പളം ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചിരിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയിലുള്ള വിശ്വാസമാണ്. അതായത് അറിയാം ദൈവം മുന്നോട്ട് നടത്തും എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആ ഒരു ബോധ്യമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, രോഗിയുടെ മാനസികാവസ്ഥയാണ് കുടുംബത്തിനുണ്ടാവുക. ഇപ്പോൾ രോഗി ഡൗൺ ആയ സിറ്റുവേഷൻസ് എനിക്കറിയാം, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ കുടുംബം ഫേസ് ചെയ്യുന്ന ഒരു ക്രൈസിസ് ഭീകരമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ പറയുവാണ്, എൻ്റെ ഭർത്താവിന് വിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും മാനസികമായിട്ട് അദ്ദേഹം തകർന്നു പോയിട്ടില്ല. ശരീരം ക്ഷീണിച്ചപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വിശ്വാസം വർദ്ധിച്ചതേ ഉള്ളൂ. അതാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത്. അപ്പോൾ പിന്നെ ഒരു 30 ദിവസത്തെ റേഡിയേഷൻ ഞങ്ങൾ കുടുംബമായിട്ടാണ് പോകുന്നത്. അദ്ദേഹം റേഡിയേഷൻ മുറിയിലോട്ട് കയറുന്നു. റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നു. അതിന് എണ്ണമൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അദ്ദേഹം പ്രാർത്ഥന നിർത്തുന്നു, ഇറങ്ങി വരുന്നു. ഞാൻ വെറുതെ പറയില്ല, അദ്ദേഹത്തിൻ്റെ മുഖം ആ സമയത്ത് പ്രകാശിക്കുന്നത് കണ്ടാൽ ശരിക്കും നമ്മളൊരു മനുഷ്യനെ നോക്കുകയാണെന്ന് നമുക്ക് തോന്നുകയില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഓരോ സ്കാനിനൊക്കെ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിട്ടിട്ട് ഞാൻ പ്രാർത്ഥനയിലായിരിക്കും. അദ്ദേഹം തിരിച്ചു വന്ന് എന്നെ പുഞ്ചിരിച്ചുകൊണ്ട് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം അത്രയൊരു ഫെയ്ത്ത് ഉള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. അദ്ദേഹത്തിന് 6 മാസത്തെ കീമോ, ചെറിയ ചെറിയ സഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഭക്ഷണത്തിനോട് നമുക്കുണ്ടാകുന്ന വെറുപ്പ്, അതൊക്കെ തരണം ചെയ്യാൻ ശരിക്കും ഞങ്ങളൊരു കുടുംബത്തിൻ്റെ പ്രാർത്ഥനയാണ് ഞങ്ങളെ സഹായിച്ചത്. അദ്ദേഹം വീട്ടിൽ വന്നിരുന്ന ഫുൾ ടൈം യൂട്യൂബിലൊക്കെ വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന, സംരക്ഷണ പ്രാർത്ഥനകൾ. അത് അദ്ദേഹം ശ്രദ്ധിച്ചത് ഇതാണ്, നിരാശയിലേക്ക് ആണ്ടുപോകാൻ ഇടവരരുത്. അതാണ് അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചത്. അങ്ങനെ അപ്പോൾ അദ്ദേഹം പ്രത്യാശയിലായിരിക്കാൻ ശ്രമിച്ചും ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ക്രമീകരിക്കാൻ എനിക്ക് പറ്റി. കുഞ്ഞുങ്ങളെ ബിസി ആയിട്ട് നിർത്താനും ഹാപ്പി ആയിട്ട് നിർത്താനും ഒക്കെ എനിക്ക് സാധിച്ചു. പ്രാർത്ഥന ഞങ്ങൾ നിരന്തരം കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 6 മാസത്തെ കീമോ എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഏതാണ്ട് ജോലിക്ക് പോകാം എന്നുള്ളൊരു സാഹചര്യമായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പതുക്കെ തിരിച്ച് നോർമലായിട്ടുള്ള ലൈഫിലേക്ക് ഞങ്ങൾ വരുമ്പോഴാണ് ഞങ്ങൾ 3ാമതൊരു കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം പലരും മണ്ടത്തരമാണെന്ന് പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് പക്ഷേ ഞങ്ങൾക്ക് മിറാക്കുലസ്ലി അവളെ കൺസീവ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി. പ്രാർത്ഥനയിലാണ് ഞങ്ങൾ ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചത്. അപ്പോൾ ഓരോ ഡോക്ടേഴ്സും ഇങ്ങനെ കേൾക്കുമ്പോൾ അവർ പറയും, നിങ്ങളുടെ കുഞ്ഞിന് സ്കാനിലൊന്നും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ പെൺകുഞ്ഞാന്ന് നമ്മൾ അവിടെ നിന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഗ്ലോറിയ എന്ന് അവർക്ക് പേരിടാം. കാരണം ദൈവത്തിന് മഹത്വം നൽകും ഈ കുഞ്ഞ് സ്വന്തം ജീവിതത്തിലൂടെ. അതിന്നും അത് എല്ലാവരും പറയാറുണ്ട്, അവളെ കാണുമ്പോൾ ഈ കുഞ്ഞ് കൃപയുള്ളൊരു കുഞ്ഞാണ്. അവളുടെ സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാവരും പറയാറുണ്ട്, അവൾ ഭയങ്കര നല്ലൊരു കുട്ടിയാണ്, ഭയങ്കര ആക്റ്റീവാണ്. അവൾ ശരിക്കും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. അവളില്ലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കുറയുമായിരുന്നു. അപ്പോൾ അതെനിക്ക് ശരിക്കും ഒരു പ്രോ ലൈഫ് ആസ്പെക്റ്റിൽ എനിക്ക് പറയാനുള്ളത്, ദൈവം തരുന്നതാണ് കുഞ്ഞുങ്ങളെ. നമ്മുടെ സാഹചര്യം അനുസരിച്ചല്ല. ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി നമുക്ക് സാമ്പത്തിക ഭദ്രതയല്ല നമ്മൾ നോക്കേണ്ടത്. ഞാൻ ഇന്ന ഒരു ഫേസിലായിട്ട് കുഞ്ഞാവാം, അല്ല, തമ്പുരാൻ അനുവദിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക, അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെയൊക്കെ സ്വീകരിച്ച് ഞങ്ങൾ നോർമലായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡോക്ടർ പറയുന്നു അസുഖം വീണ്ടും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയെ വീണ്ടും ശക്തിപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പക്ഷേ കീമോയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2019 ഏപ്രിൽ വരെ അദ്ദേഹം ജോലിക്ക് പോയി.
അന്നൊരു ദിവസം അദ്ദേഹം ജോലി കഴിഞ്ഞ് വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് കുറച്ച് ക്ഷീണം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം 45 മിനിറ്റ് ട്രെയിൻ റൈഡ്, അത് കഴിഞ്ഞ് 15 മിനിറ്റ് നടന്നാണ് അദ്ദേഹം ഓഫീസിൽ പോകുന്നത്. ഈ അസുഖം എല്ലാം വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് ഒരു പ്രെയർ റുട്ടീനുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ജപമാല, തിരിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നൊവേന. നമ്മൾ സാധാരണ പന്തക്കുസ്തായിക്ക് 9 ദിവസം മുമ്പാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നൊവേന ചൊല്ലുന്നത്. അദ്ദേഹം അത് എന്നും ചൊല്ലിയിരുന്ന ഒരാളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കും ഫലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കും ഫലങ്ങൾക്കുമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അത് എൻ്റെ ഭർത്താവ് നിരന്തരമായി ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും ഒരു ചിന്തയുണ്ട്, എൻ്റെ മക്കൾ ഞാനും ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ എങ്ങനെ ജീവിക്കും ബാസ്റ്റിൻ, ഞങ്ങളെ വിട്ട് പോകരുത്. അപ്പോൾ ബാസ്റ്റിൻ പറയും ഇങ്ങനെ, അതായത് എൻ്റെ മക്കളെ ഞാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചാണ് പോകുന്നത്, എനിക്ക് പേടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് വീണ്ടും ഒരു 7 വർഷം കഴിഞ്ഞു അദ്ദേഹം മരിച്ചിട്ട് ഞാൻ ഇപ്പോഴും എൻ്റെ മക്കളോട് പറയുന്നത്, പപ്പ പറഞ്ഞൊരു കാര്യം, പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ടാണ് നിങ്ങളെ പോകുന്നത്. അപ്പം ഒന്നും ഭയപ്പെടാനില്ല, ഈശോ എല്ലാം മുന്നോട്ട് നടത്തും എന്നുള്ള വിശ്വാസം അദ്ദേഹം തന്നെ ഞങ്ങൾക്ക് പകർന്നു തന്നിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് പേരെ ആശ്വസിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ആശുപത്രിയിൽ ഒരിക്കൽ പോയപ്പം ഇതേ രോഗമുള്ളൊരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു. അയാൾ ഭയങ്കര നിരാശയിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹത്തോട് 2 മിനിറ്റ് സംസാരിച്ചതേ ഉള്ളൂ. അദ്ദേഹം അമേരിക്കൻ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഒരു ചേഞ്ച് ഉണ്ടായി. പിന്നീട് ഒരുപാട് നാൾ കഴിഞ്ഞ് പുള്ളി എൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ അയാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അന്ന് എൻ്റെ ഹസ്ബൻഡ് കുറച്ച് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സ്വിസ് ഡോക്ടറായിരുന്നു. അദ്ദേഹം ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഓരോ സ്കാനും കഴിഞ്ഞ് വന്ന് അദ്ദേഹം ഇങ്ങനെ നിരാശയിൽ ഞങ്ങളുടെ മുറി വന്നിരിക്കുമ്പം ഞാനും ഹസ്ബൻഡും കൂടെ എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ് അവരെ ചിരിപ്പിക്കും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയും, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറയും, സാരമില്ല ഡോക്ടർ മാക്സിമം ശ്രമിക്കുന്നില്ലേ, ബാക്കി ദൈവം നോക്കിക്കോളെന്ന് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറിനെ ആശ്വസിപ്പിക്കുന്ന ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതം. അപ്പോൾ അതിനെല്ലാം ഇടയിൽ കുഞ്ഞിൻ്റെ മാമോദീസ, മോൻ്റെ ആദ്യ കുർബാന, ഇതെല്ലാം സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഏറ്റവും എന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു ശൂന്യതയിലൂടെ കടന്നുകൊണ്ട് വന്നിട്ടില്ല കേട്ടോ. കാരണം കൃപയിൽ കർത്താവ് ഇങ്ങനെ നടത്തുമായിരുന്നു. കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ, അതായത് കുഞ്ഞിനെയൊക്കെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോഴും സിസ്റ്റർമാരൊക്കെ ഞങ്ങളെ കാണുമ്പോൾ കരയുമ്പോഴും എനിക്ക് കരച്ചിൽ വരാറില്ല. ഞാൻ പറയും, സിസ്റ്ററിനെ ഞാൻ ആശ്വസിപ്പിക്കാറുണ്ട്, അച്ഛന്മാരെ ഞാൻ ആശ്വസിപ്പിക്കാറുണ്ട്. കൂടെയുള്ളവരൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് കെട്ടിപ്പിടിച്ച് പറയും, മോളെ ഈശോയും മാതാവ് നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെ എവിടെ നിന്നൊക്കെയാണ് ആശ്വാസം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. മെയ് 2019 മോൻ്റെ ആദ്യ കുർബാന. അതിനുശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന് അപ്പോഴേക്കും പതുക്കെ ബോഡി ഫിസിക്കലി ഒന്ന് വീക്കാവാൻ തുടങ്ങിയായിരുന്നു. അപ്പം ഒരുപാട് വേഴ്സ് ആവുന്നതിന് മുമ്പ് നാട്ടിലേക്ക് പോകാനായിരുന്നു ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശം. അങ്ങനെ നാട്ടിലെത്തി ഞങ്ങൾ 2-3 ഹോസ്പിറ്റൽസിലൊക്കെ അമൃതയിലും ഒക്കെ ഒന്ന് ബാസിനെ കാണിച്ചു. പക്ഷേ ഡോക്ടർ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും നല്ല ഡോക്ടറാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്, അപ്പം നമുക്കിനി കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു രോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒട്ടും വേദനയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പതുക്കെ ഒരു ബോധം നശിച്ചു പോകുന്നത് പോലെ ഒരവസ്ഥയായിരുന്നു. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തതുപോലെ അദ്ദേഹം അവിടെ ഉണ്ട്, എന്നാലില്ല എന്നൊരവസ്ഥ. അപ്പം ഈ ഒരു 3 വർഷം കൊണ്ട് ആ ഒരു ചേഞ്ച് ഗ്രാജ്വലി ആണ് സംഭവിച്ചത്. പക്ഷെ അതുകൊണ്ട് മക്കൾക്ക് ഒരു തരത്തിലൊരു അനുഗ്രഹമായി നമുക്ക് പറയാം. നമ്മളിപ്പം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതമൊക്കെ നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഇതുപോലെയായിരുന്നു. അതായത് ആ രോഗം വന്ന അവസ്ഥയിൽ പതുക്കെ ആ അമ്മ ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലാതാവുകയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ആ ഒരു ചേഞ്ച്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പതുക്കെ പപ്പ ഇല്ലാതെ ജീവിക്കേണ്ടി വരും എന്നുള്ള റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ആ സമയം കൊടുത്തു, ഒരു സ്പേസ് കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഒരു ജൂലൈ 2019 ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് ഛർദ്ദിച്ചു. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം വളരെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ചേർത്തലയിൽ പ്രത്യാശ ഒരു റീഹാബ് സെൻ്ററുണ്ട് സിസ്റ്റേഴ്സ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അദ്ദേഹത്തെ അവിടേക്ക് അഡ്മിറ്റ് ചെയ്തു. ഒരു 9 ദിവസത്തോളം അതൊരു ആത്മീയമായ രീതിയിൽ നമുക്ക് വലിയൊരു ആശ്വാസമായിരുന്നു സിസ്റ്റേഴ്സിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ പേരൻസിന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ വലിയൊരു അവസരം കിട്ടി. അവർ പ്രാർത്ഥനയിൽ അടിയുറച്ച് ജീവിക്കുന്ന 2 മനുഷ്യരാണ്. അതുകൊണ്ട് അവർക്ക് വിശ്വാസത്തിൽ മാത്രമേ അവർ ഈ ഒരു കാലഘട്ടത്തെ അവർ കണ്ടിട്ടുള്ളൂ. അവരും പ്രാർത്ഥനയോടെ മകനെ ആ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കാൻ അവർക്ക് പറ്റി.
അങ്ങനെ ജൂലൈ 5 2019 അതൊരു ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു. വെളുപ്പിനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ കരുണയുടെ ജപമാലയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വളരെ ശാന്തമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം അദ്ദേഹം എടുത്തത്. ഞാനിങ്ങനെ ശരിക്കും ഞാൻ ഓടിപ്പോയി സിസ്റ്ററിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എന്തോ സംഭവിച്ചിട്ടുണ്ട്, സിസ്റ്റർ ഒന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ വന്ന് നോക്കിയിട്ട് സിസ്റ്റർ പറഞ്ഞു മരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ചുറ്റും കൂടി. അപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം, ഇത്ര സിമ്പിളാണോ മരണം? അതാണ് ഞാൻ ചിന്തിച്ചത്. കാരണം അദ്ദേഹം സിമ്പിളായിട്ട് ജീവിച്ച് ശാന്തമായിട്ട് ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. അതുപോലെ ശാന്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ശരിക്കും ജീവിതത്തെക്കുറിച്ച് എനിക്ക് വലിയൊരു ഉൾക്കാഴ്ചയാണ് ആ നിമിഷത്തിൽ ലഭിച്ചത്. ഇതാണ് ജീവിതം, അതായത് ഇത്രയേ ഉള്ളൂ ജീവിതം. ഇറ്റ് ഈസ് ജസ്റ്റ് എ പാസേജ് ഇൻ ടു ഇറ്റേണൽ ലൈഫ്. ജീവിതം പേടിക്കേണ്ട ഒന്നല്ല, മരണം പേടിക്കേണ്ട ഒന്നല്ല, അത് ഈശോയുടെ അടുത്തേക്കുള്ളൊരു യാത്ര മാത്രമാണെന്ന് അദ്ദേഹത്തിൻ്റെ മരണമാണ് എനിക്ക് കാണിച്ചു തന്നത്. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ പകുതി ബോധത്തിലായിരുന്നെന്ന് എനിക്കറിയില്ല. പൂർണ്ണമായ ബോധം എനിക്ക് എന്തായാലും ഇല്ലായിരുന്നു. കാരണം തിരക്ക്, നമുക്കിതിൻ്റെ ഒരു ഫ്യൂണറലിൻ്റെ ഒക്കെ തിരക്കുകളും എല്ലാവരുടെയും ഫോൺ വിളികളും, നമുക്ക് ആ ഒരു നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കണം, എല്ലാവരെയും ആശ്വസിപ്പിക്കണം, അതിനിടയിൽ സ്വന്തമായിട്ട് കരയാൻ പോലും ഒരു സമയമില്ലാത്തൊരവസ്ഥ. പക്ഷേ എനിക്ക് പറയാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ വന്നപ്പോഴും അവരെല്ലാം പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ്, ബാസിൻ ഒരു വിശുദ്ധനായിരുന്നു എന്നുള്ളത്. എനിക്ക് പ്രത്യാശ നൽകിയതും ആ ഒരു കാര്യം തന്നെയായിരുന്നു. എനിക്കത് അറിയാമായിരുന്നു. പക്ഷേ മറ്റുള്ളവരും അത് വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞപ്പോൾ എനിക്കറിയാമായിരുന്നു ഞങ്ങളുടെ ജീവിതം തമ്പുരാൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. പിന്നീടുള്ള ഈ ഒരു 7 വർഷത്തോളമായി ഞാൻ ബാസിനില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ബാസിൻ സ്വർഗത്തിലിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ മക്കളോടും പ്രത്യേകിച്ച് മോനോടൊക്കെ ഞാൻ എപ്പോഴും പറയും, 10ാം ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ അവന് ഒത്തിരി കൃപയുടെ ആവശ്യമുള്ള സമയമായി. ഞാൻ പറഞ്ഞു, മോനെ നീ ഒന്നൊന്നും ഭയപ്പെടേണ്ട, പപ്പ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, നീൻ്റെ പപ്പ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെപ്പോഴും അവനെ മുന്നോട്ട് നയിച്ച ഒരു കാര്യവും ആ വിശ്വാസം തന്നെയായിരുന്നു. അപ്പം ഈ ഒരു 7 വർഷക്കാലം ഞാൻ ശരിക്കും അനുഭവിച്ചത് തമ്പുരാൻ്റെ ഒരു വഴി നടത്തൽ തന്നെയാണ്. ഒരിക്കലും ബാസിനില്ല എങ്കിലും ഏറ്റവും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് ഞാനല്ല, കർത്താവ് തന്നെയാണ്. ഓരോ കാര്യങ്ങളും ക്രമീകരിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക്, ഇവിടെ ഇപ്പം എൻ്റെ പേരൻസ് ആണെങ്കിലും അവർ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലേ, സിംഗിൾ മദർ എന്നുള്ളൊരു ഫീലിംഗ് തമ്പുരാൻ എനിക്ക് ഒരിക്കലും തന്നിട്ടില്ല. എനിക്കൊരു വലിയ സപ്പോർട്ട് സിസ്റ്റം പ്രാർത്ഥനയിലൂടെയും എല്ലാം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങളാണെങ്കിലും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. തമ്പുരാൻ അത്രയും വലിയൊരു സെറ്റപ്പാണ് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും തമ്പുരാനോട് നന്ദി മാത്രമേ ഉള്ളൂ, നന്ദി മാത്രം. കാരണം കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം അതെന്നെ എപ്പോഴും, ആ തോളിൽ കർത്താവ് വെച്ച ആ കരം ഇപ്പോഴും എൻ്റെ തോളിൽ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. 2016 ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ചേഞ്ച് വന്നത്. ഇത് 2026, കൃത്യം 10 വർഷം കഴിയുന്നു. ഈ വർഷം ആരംഭിച്ചപ്പോൾ ഞാൻ ഓർത്തു, തമ്പുരാനെ എങ്ങനെയായിരിക്കും ഈ വർഷം? പക്ഷേ അതിനുള്ള ഉത്തരം തമ്പുരാൻ തന്നത് വലിയൊരു സന്തോഷ വാർത്തയിലൂടെയാണ്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എൻ്റെ മോൻ ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷയിൽ 100ൽ 100% മാർക്ക്, അതായത് 500ൽ 500 മാർക്ക് നേടി 100% അവൻ കരസ്ഥമാക്കി. അത് ദൈവം തന്ന വലിയ ഒരു അനുഗ്രഹമാണ്, ദൈവം തന്ന ഒരു അഷ്വറൻസ് ആണ്. ഇതൊരു ശിക്ഷയല്ല. എപ്പോഴും ഞാൻ കുമ്പസാരത്തിന് പോകുമ്പോൾ അച്ഛന്മാരെന്നോട് പറയായിരുന്നു, അന്മേരി നീ ഒരു ശിക്ഷയായിട്ട് കാണരുത്, നീ ഇത് ഈശോയുടെ അനുഗ്രഹമായിട്ട് മാത്രമേ കാണാവുള്ളൂ എന്ന്. ഓരോ കുമ്പസാരത്തിലും ഓരോ വൈദികനും എന്നോട് പറയുമ്പോൾ ഞാനത് 50% വിശ്വസിച്ചുള്ളൂ. പക്ഷേ ഇന്ന് ഞാനത് 100% വിശ്വസിക്കുന്നു. കാരണം ഈ 100% തമ്പുരാൻ നൽകിയ മാർക്ക് അത് ഞങ്ങളുടെ കുടുംബത്തിൽ തമ്പുരാൻ നൽകിയ ഒരു സീലാണ്, പരിശുദ്ധാത്മാവ് തന്ന ഒരു സീലാണ്, ദൈവം കൂടെയുണ്ടെന്നുള്ളത്. അത് മാത്രമല്ല, ഇതുപോലെ എന്നെപ്പോലെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് അമ്മമാർക്ക് ഒരു അടയാളം കൂടെയാണ്. ഞാൻ കുറച്ച് പേരോടൊക്കെ ഞാൻ നിരന്തരമായ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്, പലരും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ കുഞ്ഞിന് സംഭവിച്ചതുപോലെ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു. കാരണം ഇത് ഒരുപാട് കുഞ്ഞുങ്ങൾക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. തമ്പുരാൻ നിങ്ങളെ കൈവിടില്ല. നിങ്ങളുടെ പിതാവിനെ ദൈവം എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും 10 മടങ്ങ് അനുഗ്രഹം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരും. ഒരു കുഞ്ഞും വിഷമിക്കേണ്ട കാര്യമില്ല. മാതാപിതാക്കളോടൊപ്പം വളരാനുള്ള ഒരു ആഗ്രഹം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില സഹനങ്ങൾ അനുവദിക്കുന്നത് നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ഏത് വിശുദ്ധരുടെ ജീവിതം നോക്കിയാലും നമുക്കറിയാം, കൊച്ചു കൊച്ചു സഹനങ്ങളാണ് അവരെ വലിയ വിശുദ്ധരാക്കിയത്. അങ്ങനെ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനത്തെയും നമ്മൾ കാണാവുള്ളൂ. 131 സങ്കീർത്തനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ.
ശിശു സഹജമായ പ്രത്യാശ എന്നാണ് അത് പറയുന്നത്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ടാവേണ്ടത് ആ ശിശു സഹജമായ പ്രത്യാശയാണ്. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു നമ്മൾ പറയുമ്പം നമ്മൾ വിശ്വസിക്കേണ്ടത് ഇതാണ്: എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് സന്തോഷമായാലും സന്താപമായാലും എൻ്റെ ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. ആ ദൈവം, ആ ജീവിക്കുന്ന ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാം. എനിക്ക് മാർക്ക് കിട്ടിയതിൽ ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഞാൻ പരീക്ഷകളെല്ലാം അപ്രോച്ച് ചെയ്തത്. എന്നെ വേദപാഠം പഠിപ്പിച്ച ഒരു മിസ്സ് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു പ്രത്യേക ഒരു കൊന്ത തന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കൊന്തയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്, ഇതെപ്പോഴും കൈ പിടിച്ചുകൊണ്ട് വേണം പരീക്ഷ എഴുതാനും പഠിക്കാനുമെല്ലാം. അത് ഞാൻ മിസ്സ് പറഞ്ഞ പോലെ തന്നെ ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ആ കൊന്ത കിട്ടിയ നിമിഷം തൊട്ട് തന്നെ പരീക്ഷകളെല്ലാം തീരുന്നവരെ തന്നെ ആ ജപമാല എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ആ ജപമാല കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മാർക്ക് കിട്ടിയതാണ് എനിക്ക് വിശ്വാസം. പഠിച്ചിട്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ്. നമുക്ക് എത്ര പഠിച്ചാലും നമുക്ക് ഓർമ്മയിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു ദൈവകൃപ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങി ഒരുപാട് കൃപയോടെ പരീക്ഷ എഴുതുമ്പോൾ ആണ് നമുക്ക് ഇത്ര നല്ലൊരു മാർക്ക് കിട്ടുക എന്നുള്ളത് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. അത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ വരിക എന്ന് പറയുന്നത്, ഈ ബൈബിൾ വായന ഞാൻ ഒരുപാട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ്. അതായത് ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ അതിന് മുമ്പ് എപ്പോഴും ജ്ഞാനത്തിൻ്റെ ഒരു ചാപ്റ്റർ വായിച്ചിട്ടായിരുന്നു ഞാൻ എപ്പോഴും തുടങ്ങുക. പിന്നെ എൻ്റെ കയ്യിലൊരു ചെറിയ പ്രയർ കാർഡ് ഉണ്ടായിരുന്നു, പഠിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ എപ്പോഴും എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് ഞാൻ വായിക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അത് ചെയ്യാനും പറ്റി. പിന്നെ വിശ്വാസപ്രമാണം ഞാൻ 3 തവണ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു, മാർക്ക് വരുന്ന ദിവസം വരെ. ഈ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് മാർക്ക് കിട്ടിയത്. എനിക്ക് ഒരുപാട് ഉറപ്പുണ്ട് ഈശോ എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു പരീക്ഷ എഴുതുമ്പോൾ പോലും. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. ഈശോ തന്ന മാർക്കിന് ഒരുപാട് നന്ദിയുണ്ട്. മോന് പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഡാനിയലിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുമായിരുന്നു അവൻ്റെ പരീക്ഷാ സമയത്ത്. അപ്പോൾ ഒരിക്കലും അവനിങ്ങനെ എന്നോട് പറഞ്ഞു, അമ്മേ, ആ പരീക്ഷ എഴുതുന്ന സമയത്ത് ഭയങ്കര ദിവ്യമായൊരു ശക്തി അനുഭവിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര വിശ്വാസമായി. അങ്ങനെ അവൻ ബോർഡ് എക്സാം എഴുതുന്ന ഓരോ ദിവസവും ഞാൻ ഡാനിയലിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ സഹോദരിമാർ ഞങ്ങളെല്ലാവരും മുട്ടുകുത്തിയായിരുന്നു അവന് വേണ്ടി ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ എല്ലാ കാര്യങ്ങളുടെയും ഫലമായിട്ടാണ് വലിയൊരു ദൈവാനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഈ ഒരു മിന്നും വിജയം ദൈവം നൽകിയത് ഞങ്ങളതിനെ ഒരുപാട് ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദി. സ്നേഹം മായുന്നില്ല, ഓർമ്മകൾ മറയുന്നില്ല, ദീപം അണയുന്നില്ല, കൃപകൾ തോരുന്നില്ല. ഞാൻ എപ്പോഴും എൻ്റെ മോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം. അത് നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, നമ്മുടെ പ്രവർത്തികളിലൂടെ നമ്മുടെ ദൈവം മഹത്വപ്പെടാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ അവനൊരു നല്ല ജോലിയിലോട്ട് കയറുകയെങ്കിൽ അത് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവമഹത്വമാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകും. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇതാണ്: എല്ലാവരോടും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും, നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു സഹനങ്ങളുണ്ടാകും. നമ്മൾ എത്ര നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, നമ്മളെന്നും ജപമാല ചൊല്ലുന്നവരാണ്, നമ്മൾ പലരും ദിവ്യബലിക്ക് എന്നും പോകുന്നവരാണ്. പക്ഷേ ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സഹനം കടന്നു വന്നത്. ഇത് ഞാൻ പറയുന്നത് ആരെയും ഭയപ്പെടുത്താനല്ല. നിങ്ങൾ ശാന്തമായിരിക്കുക. നിങ്ങളുടെ തോണിയിൽ തമ്പുരാനുണ്ട്. ആ തോണി ഒരിക്കലും തകരുകയില്ല. അതെല്ലാം ശാന്തമായിട്ട് അഭിമുഖീകരിക്കാനും ഓരോ സഹനത്തിലൂടെയും ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട്, വലിയ സാക്ഷ്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഈ ഒരു കൂദാശകളും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ വിശ്വാസ ജീവിതവും നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ മാത്രമേ ഒരു യഥാർത്ഥ ക്രൈസ്തവനായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും ദൈവത്തിന് മാത്രം എന്നും എന്നേക്കും മഹത്വം നൽകട്ടെ നമ്മുടെ ജീവിതത്തിലൂടെ. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. സ്നേഹം മായുന്നില്ല, ഓർമ്മകൾ മറയുന്നില്ല, ദീപം അണയുന്നില്ല, കൃപകൾ തോരുന്നില്ല. സ്നേഹം മായുന്നില്ല, ഓർമ്മകൾ മറയുന്നില്ല, ദീപം അണയുന്നില്ല, കൃപകൾ തോരുന്നില്ല. സ്നേഹം, ദൈവസ്നേഹം
കണ്ണീർ കാലങ്ങളിൽ കരം നൽകി നയിക്കും